ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ സ്റ്റേക്ക് വേണ്ടി നമ്മൾ ഒരു ഹോട്ടൽ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്ക് റിസപ്ഷനിസ്റ്റുമായിട്ട് നമുക്ക് വരുന്ന ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്ക് ചോദിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അത് ചിലപ്പോൾ സിറ്റീസ് ടു സിറ്റീസ് ആവാം, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രിപ്സ് ആയിരിക്കാം. ആ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്നത് നല്ലൊരു സ്റ്റേ ആണ്, നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിൽ എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ചോദിച്ചിരിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ ഒരു ഹോട്ടലിൽ എത്തി, അതിനുശേഷം നമുക്ക് ചോദിക്കണം, നിങ്ങളുടെ ഹോട്ടലിൽ റൂംസ് അവൈലബിൾ ആണോ? ചിലപ്പോൾ സീസൺ ടൈമിലൊക്കെ റൂംസ് എല്ലാം ഫില്ലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൽ ചോദിക്കണം, നിങ്ങളുടെ ഹോട്ടലിൽ റൂംസ് എല്ലാം ഫില്ലാണോ, അല്ലെങ്കിൽ റൂംസ് ഏതെങ്കിലും റൂംസ് അവൈലബിൾ ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഹോട്ടലിൽ മുറികൾ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിൽ മുറികൾ ലഭ്യമാണോ? നിങ്ങളുടെ ഹോട്ടലിൽ മുറികൾ ലഭ്യമാണോ എങ്ങനെ ചോദിക്കാം? നമുക്ക് നോക്കാം. ഡു യു ഹാവ് എനി റൂംസ് അവൈലബിൾ? ഡു യു ഹാവ് എനി റൂംസ് അവൈലബിൾ? ക്ലിയർ? സോ നമുക്ക് അവർ പറയാണ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ഇൻ ടൈമും ചെക്ക് ഔട്ട് ടൈമും എപ്പോഴാണെന്ന് അറിയണ്ടേ? എപ്പോഴാണ് നമുക്ക് ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൂം ചെക്ക് ഔട്ട് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിക്കും? ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈം ഏതാണ്, അല്ലെങ്കിൽ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് സമയം ഏതാണ്, അല്ലെങ്കിൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം എന്താണ് എന്നൊക്കെ ചോദിക്കേണ്ടി വരും. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം എന്താണ്? വാട്ട് ആർ ദ check in and check out times? What are the check in and check out times? What are the check in and check out times? ക്ലിയർ? ഈ നമുക്ക് ചോദിക്കണം, സപ്പോസ് നമുക്ക് ഒരു നൈറ്റ് മാത്രമേ സ്റ്റേ ചെയ്യേണ്ടി വരുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു നൈറ്റിന് എത്ര രൂപയാണോ ഒരു സിംഗിൾ റൂമിന് അവർ ചാർജ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാം, ഒരു രാത്രിക്ക് ഒറ്റ സിംഗിൾ മുറിക്ക് നിരക്ക് എത്രയാണ്? ഒരു രാത്രിക്ക് ഒറ്റ സിംഗിൾ മുറിക്ക് നിരക്ക് എത്രയാണ് എന്ന് ചോദിക്കാം. വാട്ട് ആർ ദ ചാർജസ് ഫോർ എ സിംഗിൾ റൂം പെർ നൈറ്റ്? വാട്ട് ആർ ദ ചാർജസ് ഫോർ എ സിംഗിൾ റൂം പെർ നൈറ്റ്? നമുക്കറിയാം, നിരക്ക് എന്നുള്ളതിന് നമ്മൾ ചാർജസ് എന്ന് പറയും അല്ലേ? സോ എങ്ങനെയാണ് പറയാ? വാട്ട് ആർ ദ ചാർജസ് ഫോർ എ സിംഗിൾ റൂം പെർ നൈറ്റ്? ഓക്കെ. സോ സംടൈംസ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഹോട്ടൽസൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ചോദിക്കണം, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് തരാറുണ്ടോ? നിങ്ങൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കോംപ്ലിമെൻ്ററി ആയി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കും? ഡു യു പ്രൊവൈഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്? ഡു യു പ്രൊവൈഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്? പ്രൊവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക, കൊടുക്കുക എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. സോ എങ്ങനെയാണ്? ഡു യു പ്രൊവൈഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്? ഇനി നമുക്ക് ചോദിക്കണം, നിങ്ങളുടെ റൂംസിലൊക്കെ വൈഫൈ അവൈലബിൾ ആണോ? എങ്ങനെയാണ്? മുറികളിൽ വൈഫൈ ലഭ്യമാണോ? മുറികളിൽ വൈഫൈ ലഭ്യമാണോ എങ്ങനെ ചോദിക്കും? മുറികളിൽ വൈഫൈ ലഭ്യമാണോ എങ്ങനെയാണ് ചോദിക്കുക? ഈസ് വൈഫൈ അവൈലബിൾ ഇൻ ദ റൂംസ്? ഈസ് വൈഫൈ അവൈലബിൾ ഇൻ ദ റൂം? ക്ലിയർ? ഇനി ചില സമയത്ത് നമ്മളവിടെ നേരിട്ട് പോയി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം, മുറിയുടെ അവസ്ഥ എങ്ങനെയാ? നമ്മൾ നല്ലതാണെങ്കിൽ ബുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, എനിക്ക് ആ മുറി ഒന്ന് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ കാണാൻ പറ്റുമോ? എങ്ങനെയാണ് ചോദിക്കുക? മുറി ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റുമോ എന്നെങ്ങനെ ചോദിക്കും? Can I see the room before booking it? 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 ക്ലിയർ? സോ ഇനി നമുക്ക് പേയ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിക്കാമല്ലോ. സപ്പോസ് നമ്മുടെ അടുത്ത് ഹാർഡ് ക്യാഷ് ഒന്നുമില്ല, ലിക്വിഡ് മണി ഒന്നുമില്ല, ആ സമയത്ത് നമുക്ക് എന്ത് ചോദിക്കാം? കാർഡ് പേയ്മെന്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ? കാർഡ് പേയ്മെന്റ് ഇവിടെ സ്വീകരിക്കുക എന്നുള്ളതിന് എന്താ പറയാ? നമ്മൾ അക്സെപ്റ്റ് എന്ന് പറയും അല്ലേ? അപ്പൊ നിങ്ങൾ കാർഡ് പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് പേയ്മെന്റ് സ്വീകരിക്കുമോ എങ്ങനെ ചോദിക്കും? നമുക്ക് നോക്കാം. ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്സ്?
ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്സ്? ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്സ്? ക്ലിയർ. ഇനി നമുക്ക് ചോദിക്കാം പാർക്കിംഗ് അവൈലബിൾ ആണോ എന്ന്. മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പാർക്കിംഗ് ഉണ്ടാവില്ല എന്നാണ്. ചെറിയ ചെറിയ ഹോട്ടൽസിനും പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ടാവും. അപ്പം നമുക്ക് ചോദിക്കണം, നമുക്ക് വെഹിക്കിൾ ഉണ്ട്, അപ്പോൾ അത് പാർക്ക് ചെയ്യാൻ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കണം. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ എങ്ങനെ ചോദിക്കും? ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ? ഈസ് ദ പാർക്കിംഗ് അവൈലബിൾ? ഈസ് ദ പാർക്കിംഗ് അവൈലബിൾ? ഈസ് ദർ പാർക്കിംഗ് അവൈലബിൾ? ക്ലിയർ. ഇനി സപ്പോസ് നമ്മൾ രണ്ടിൽ മൂന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡബിൾ റൂം ആണെങ്കിലും സിംഗിൾ റൂം ആണെങ്കിലും ഉള്ള ബെഡ് തികയുന്നില്ല. അപ്പം നമുക്ക് ചോദിക്കാം ഒരു എക്സ്ട്രാ ബെഡ് കിട്ടുമോ? എങ്ങനെ ചോദിക്കാം? മുറിയിൽ ഒരു അധിക ബെഡ് ലഭിക്കുമോ? മുറിയിൽ ഒരു അധിക ബെഡ് ലഭിക്കുമോ എങ്ങനെ ചോദിക്കാം? Can I get an extra bed in the room? Can I get an extra bed in the room? Can I get an extra bed in the room? Can I get an extra bed in the room? ക്ലിയർ. ഇനി നമുക്ക് ഹോട്ടൽസിനൊക്കെ അവർ ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കും അല്ലേ? അവരുടെ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഒക്കെ ഒരു പാർട്ടിലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം അല്ലേ? അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? എങ്ങനെ ചോദിക്കാം? റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് എവിടെയാണ് എന്ന് ചോദിക്കാം. വേർ ഈസ് ദ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റഡ്? വേർ ഈസ് ദ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റഡ്? അല്ലെങ്കിൽ ജസ്റ്റ് വേർ ഈസ് ദ റെസ്റ്റോറൻറ്റ് എന്ന് ചോദിച്ചാലും മതി. ലൊക്കേറ്റഡ് എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്നത്, നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പം നമുക്കിങ്ങനെ ചോദിക്കാം, വേർ ഈസ് ദ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റഡ്? വേർ ഈസ് ദ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റഡ്? ക്ലിയർ. ഇനി നമുക്ക് ചോദിക്കാം വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ ലഭ്യമാണോ? അല്ലെങ്കിൽ മുറിയോടൊപ്പം വേറെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ലഭ്യമായത്? അല്ലെങ്കിൽ മുറിയോടൊപ്പം എന്തൊക്കെ സൗകര്യങ്ങൾ ലഭ്യമാണ്? അങ്ങനെയാണ് മുറിയോടൊപ്പം എന്തൊക്കെ സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ചോദിക്കുക. വാട്ട് ഫെസിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് വിത്ത് റൂംസ്? വാട്ട് ഫെസിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് വിത്ത് ദ റൂം? വാട്ട് ഫെസിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് വിത്ത് ദ റൂം? ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗകര്യത്തിന് നമ്മൾ എന്താ പറയുക? ഫെസിലിറ്റീസ് എന്ന് പറയും കേട്ടോ. ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് എന്ന് പറയും. എന്താണ് പറയുക? ഇൻക്ലൂഡ്. ഓക്കെ. സോ അടുത്തതായിട്ട് നമുക്ക് ചില ഹോട്ടൽസൊക്കെ എന്ത് ചെയ്യും? ഡിന്നർ സർവീസൊക്കെ കൊടുക്കും. നമ്മളൊന്ന് അവർക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഡിന്നർ എത്തിച്ചു തരും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ റൂമിലോട്ട് എത്തിച്ചു തരും. സോ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കണം, എനിക്ക് റൂമിൽ ഡിന്നർ സർവീസ് ലഭിക്കുമോ? എനിക്ക് റൂമിൽ ഡിന്നർ സർവീസ് ലഭിക്കുമോ? എങ്ങനെയാണ് എനിക്ക് റൂമിൽ ഡിന്നർ സർവീസ് ലഭിക്കുമോ എന്ന് ചോദിക്കുക. Can I get room service for dinner? Can I get room service for dinner? Can I get room service for dinner? ക്ലിയർ. ഇനി നമുക്ക് സപ്പോസ് നമ്മൾ ഒരു സൈറ്റ് സീയിങ് ഒക്കെ ഉള്ള ഒരു സിറ്റിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഒന്നും ആ ഒരു സിറ്റിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എത്രയായിരിക്കും അവർ ചാർജ് ചെയ്യുന്നതൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഹോട്ടൽ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാം, ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്യാബ് അറേഞ്ച് ചെയ്ത് തരാമോ? നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോകണം, അപ്പം നമുക്കൊരു ക്യാബ് അറേഞ്ച് ചെയ്ത് തരാമോ? ഇപ്പം മെയിൻ സിറ്റീസിലൊക്കെ അവർ തന്നെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരെന്ത് ചെയ്യും? ക്യാബ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാബ് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? സൈറ്റ് സീയിങ്ങിനായി ഒരു ക്യാബ് ക്രമീകരിക്കാമോ? സൈറ്റ് സീയിങ്ങിനായി ഒരു ക്യാബ് ക്രമീകരിക്കാമോ? Can you arrange a cab for sightseeing? Can you arrange a cab for sightseeing? Can you arrange a cab for sightseeing? ക്ലിയർ അല്ലേ? സോ ചില ഹോട്ടലിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ അവർ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ കോമൺ സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും, അല്ലെങ്കിൽ ഈച്ച് റൂംസിനും അവർ സ്വിമ്മിംഗ് പൂൾ അറേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? എവിടെയാണ് സ്വിമ്മിംഗ് പൂൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് സ്വിമ്മിംഗ് പൂൾ എവിടെയാണെന്ന് എങ്ങനെ നമ്മൾ ചോദിക്കും? എനിക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ എവിടെ കാണാൻ പറ്റും എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? Where can I find the swimming pool? Where can I find the swimming pool? Where can I find the swimming pool? ഫൈൻഡ് എന്ന് പറയാം. എന്താ ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു സ്വിമ്മിംഗ് പൂള്, എനിക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എവിടെ കാണാം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് വേർ ക്യാൻ ഐ ഫൈൻഡ് ദ സ്വിമ്മിംഗ് പൂൾ. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് എവിടെയാണെന്നുള്ളതിന് വേർ ഈസ് ദ സ്വിമ്മിംഗ് പൂൾ എന്ന് ചോദിച്ചാൽ മതി. വളരെ ഫോർമലായിട്ട് ചോദിക്കുമ്പോഴാണ് വേർ ക്യാൻ ഐ ഫൈൻഡ് ദ സ്വിമ്മിംഗ് പൂൾ, വേർ ക്യാൻ ഐ ഫൈൻഡ് ദ സ്വിമ്മിംഗ് പൂൾ. ക്ലിയർ. ഇനി സപ്പോസ് നമ്മൾ നമ്മുടെ ജേർണി 1 ഡേ കൂടെ
എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു അക്കോമഡേഷൻ എന്ത് ചെയ്യണം? ഈ ഒരു അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താമസം. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചോദിക്കണം, എൻ്റെ താമസം ഒരു ദിവസം കൂടി നീട്ടാൻ പറ്റുമോ? എൻ്റെ താമസം ഒരു ദിവസം കൂടി നീട്ടാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? Can I extend my stay for another day? Can I extend my stay for another day? എങ്ങനെയാണ്? Can I extend my stay for another day? ക്ലിയർ ആണല്ലോ? ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.